ഹലോ, നമ്മളിന്ന് ട്രിഗ്നോമെട്രി ഇക്വേഷൻസ് എന്ന് പറഞ്ഞ പാർട്ടാണ് ഡിസ്കഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രിഗ്നോമെട്രിയെക്കുറിച്ചൊക്കെ തൊട്ട് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞിരുന്നു. അപ്പോൾ ആ ട്രിഗ്നോമെട്രിയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നോക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അപ്പോൾ പല വീഡിയോസിലായിട്ട് പാർട്ട് 1, പാർട്ട് 2 വീഡിയോസ് മുകളിലുണ്ട്. അപ്പോൾ തീർച്ചയായും കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ട്രിഗ്നോമെട്രി ഇക്വേഷൻസ് എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിലോട്ട് വരാം. അപ്പോൾ തുടങ്ങാം. ഓൾറെഡി നമുക്കറിയാം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും ആവശ്യമാണ്, അല്ലേ? മാത്സിൻ്റെ ഏത് ബ്രാഞ്ച് നോക്കിയാലും അവിടെ എല്ലാ ഇക്വേഷൻസ് ആവശ്യമാണ്. അപ്പം തീർച്ചയായും ഇവിടെ നോർമലി എന്താ ഇക്വേഷൻസ്? ശ്രദ്ധിക്കുക, ഇക്വേഷൻസ് വന്നപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാനിപ്പോൾ എഴുതുന്നുണ്ട്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ ഇതിലെന്താ നമ്മൾ ചെയ്യാറ്? പൊതുവെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും അത് സോൾവ് ചെയ്തെടുക്കുകയായിരിക്കും, അതായത് സൊല്യൂഷൻ കണ്ടുപിടിക്കുകയായിരിക്കും. അത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയായിരിക്കും. എക്സിൻ്റെ വാല്യൂ ഇതിൽ നമുക്കറിയാം എങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ -b+1 കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതായത് ഇവിടെ നമുക്കറിയാം a=1 ആണ്, b=2 ആണ്, c=1 ആണ്. ഈ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കിട്ടും. അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതി, അല്ലേ? അതായത് 2 ആൻസേഴ്സൊക്കെ വരാറുണ്ട് പൊതുവെ സാധാരണഗതിയിലൊക്കെ. ചിലപ്പോൾ ഒരു ആൻസർ കിട്ടാറുള്ളൂ. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ദിസ് ഇക്വേഷൻ. സോ നോർമലി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ പോലെ തന്നെ എക്സിൻ്റെ സ്ഥാനത്ത് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് കടന്നു വരികയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം sin² x + 2 sin x + 1 = 0. ഇതാണ് ട്രിഗ്നോമെട്രി ഇക്വേഷൻസ്. ട്രിഗ്നോമെട്രി ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഇക്വേഷൻസിൻ്റെ സ്ഥാനങ്ങളിൽ മീൻസ് എക്സിൻ്റെ വാല്യൂസിനടുത്തും ട്രിഗ്നോമെട്രിക് ടേംസ് വരുന്നതിനാണ് ട്രിഗ്നോമെട്രി ഇക്വേഷൻസ് എന്ന് പറയും. ക്ലിയർ? അപ്പം നമ്മൾ ഇനി ഡീൽ ചെയ്യുന്നത് ഈ sin എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കലും അതിനുശേഷം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കലുമാണ്. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ അതാദ്യം ഡിസ്കസ് ചെയ്തതിന് ശേഷം സൊല്യൂഷൻ്റെ ഈ ഒരു വാല്യൂ എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറയാം, ഒരു ക്വാഡ്രൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് നമുക്കറിയാം 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് π/2 then 3π/2 മീൻസ് പിന്നെ വീണ്ടും തിരിച്ച് 2π. സോ ഇവിടെ ഒരു തവണ റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ മീൻസ് ഈ ഒരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിൻ്റെ വാല്യൂ ഒരു 0 മുതൽ 0 ≤ x < 2π ഇതിനകത്തുന്ന ആൻസറാണ് സൊല്യൂഷനായി കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയും. പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഓക്കെ, ഫർദർ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ 2π കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അടുത്ത ഓരോ വാല്യൂസിലും ആൻസേഴ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. പീരിയോഡിക് ആണ്. അതായത് അപ്പോൾ നമ്മൾ ജനറലായിട്ട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് 2πക്ക് ശേഷം പിന്നീട് ടേംസിൽ പറയണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും ജനറൽ സൊല്യൂഷൻ പറയണം. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്യുന്ന ടേമാണ് ജനറൽ സൊല്യൂഷൻ. ഓക്കെ, എക്സിൻ്റെ വാല്യൂ 0 മുതൽ 2π വരെ 2πനകത്ത് നിന്ന് ഉള്ള ആൻസേഴ്സ് ആണ് പറയുന്നതെങ്കിൽ അതിനെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറയും. ആഫ്റ്റർ ദാറ്റ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ജനറലി ഒരു ഇക്വേഷന് ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ ജനറലായിട്ടും പറയാം. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻ പറയാം, അതിനുശേഷം ജനറൽ സൊല്യൂഷനിലോട്ട് വരാം. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ശ്രദ്ധിക്കാം, sin x = √3/2 ഇങ്ങനെ തന്നിരിക്കുകയാണ്. എന്നിട്ട് എക്സിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്കറിയാം sin x √3/2 വന്നത് എവിടെയൊക്കെയായിരിക്കും? ഒന്ന് ഏത് വാല്യൂലാണ്? എക്സ് 60 ഡിഗ്രി ആകുമ്പോൾ അഥവാ π/3 ആവുന്ന സമയത്ത്. പിന്നെ എപ്പോഴാണ്? ഫർദർ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെന്ന് പറഞ്ഞാലോ അവിടെയും 60 ഡിഗ്രി വരുന്ന സമയത്ത്. sin x സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവാണ്. അപ്പോൾ sin of π - π/3 എത്രയാണ്? sin of π - π/3 ഇത് sin π/3. അപ്പോഴും √3/2 തന്നെയാണ്, അല്ലേ? നോർമലി ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും sin π/3 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അപ്പോൾ 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് π - π/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2π/3. ഒന്ന് 2π/3ലും π/3ലും sin x √3/2 ആകുന്നുണ്ട്. സോ എന്താണ് എക്സിൻ്റെ വാല്യൂസ്? ഒന്ന് π/3, 2π/3. ദീസ് ആർ ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഇതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ എക്സിന്. യു ഗോട്ട് ഇറ്റ്?
അതായത് എക്സ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ലെസ് ദാൻ 2π. ഇതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഇതിനിടയിലാണ്. പിന്നെ ഉള്ള ക്വാഡ്രൻസിലെല്ലാം സൈൻ നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, നെവർ കൺസിഡർ ഇറ്റ്. അപ്പോൾ 2 ആൻസേഴ്സ് വരും എപ്പോഴും. നോട്ട് ഇൻ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും 2 ആൻസേഴ്സ് വരും. ഇതിപ്പോൾ നോർമലി ഇപ്പോൾ സൈൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു √3/2 ആണെന്ന് വെച്ചാൽ അതെവിടേക്കാണ് കോസ് എക്സ് √3/2 ആണെന്ന് നോക്കി. ഒന്ന് നോർമലി π/6 ഓക്കെ. പിന്നെ സെക്കൻഡ് ക്വാർട്ടറിലോ തേർഡ് ക്വാർട്ടറിലോ കോസ് എക്സ് വരുന്നില്ല, പോസിറ്റീവ് വാല്യൂസ് വരുന്നില്ല. പിന്നെ എവിടെയാണ് വരുന്നത്? പിന്നെ ഇവിടെയാണ്. ഇവിടെ π/6 ആവുന്ന സമയത്ത്, അഥവാ π/6 ഓർ വി ക്യാൻ സേ ഇറ്റ് ഇസ് 30 അല്ലേ, 30 ഡിഗ്രി ആവുന്ന സമയത്ത്. അപ്പം നമുക്ക് 2 ആൻസേഴ്സ് ആണ് വരും. ഏതൊക്കെയാണ്? മീൻസ് കോസ് എക്സ് ഈക്വൽ ടു √3/2, ദെൻ എക്സ് ഈക്വൽ ടു π/6 ആൻഡ് ഇവിടെ എന്ത് വരും? 2π എങ്ങനെയായിരിക്കും? 2π മൈനസ് π/6. 2π മൈനസ് π/6 എത്രയാണ്? 2π മൈനസ് π/6 ഇറ്റ് ഈസ് എത്രയായിരിക്കും? 11π/6. 11π/6. അപ്പോൾ 2 ആൻസേഴ്സാണ്. ഒന്ന് 11π/6 പിന്നെ അതേപോലെ തന്നെ π/6. ദീസ് ആർ ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു √3/2 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇങ്ങനെയാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ടും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ tan x ഈക്വൽ ടു -1. ഓക്കെ, അടുത്ത ചോദ്യമാണ് tan x ഈക്വൽ ടു -1. ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. എന്തായിരിക്കും? tan x -1 ആണ്. നോർമലി tan x 1 ആകുന്നത് എപ്പോഴാണ്? tan x 1 ആവുന്നത് π/4ലാണ്. ബട്ട് -1 ആവുന്നതോ? ഒന്ന് സെക്കൻഡ് ക്വാർട്ടറിൽ tan x നെഗറ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ π/4 അവിടെ സെക്കൻഡ് ക്വാർട്ടറിൽ വരും. പിന്നെ ഫോർത്ത് ക്വാർട്ടറിൽ tan x എന്താവുന്നുണ്ട്? π/4 നെഗറ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ 2 സ്ഥലങ്ങളിലാണ് tan x -1 ആവുന്നത്. അതേതൊക്കെയായിരിക്കും ആംഗിൾ? ഒന്ന് ഇവിടെ π, അപ്പോൾ π മൈനസ് π/4. പിന്നൊന്ന് ഏതായിരിക്കും? 2π മൈനസ് π/4. 2 ആൻസേഴ്സിലായിരിക്കും. അപ്പോൾ tan x ആ സമയങ്ങളിലെല്ലാം -1 ആവുന്നുണ്ട്. അപ്പോൾ x ഈക്വൽ ടു 4π മൈനസ് π ഇറ്റ് ഈസ് 3π/4 ഒന്നാമത്തെ. മീൻസ് പിന്നെ അടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് 8π മൈനസ് π ഇറ്റ് ഈസ് 7π/4. അപ്പോൾ 2 ആൻസേഴ്സ് വരും. അപ്പോൾ കാര്യം പിടികിട്ടി കാണും വിചാരിക്കുന്നു. എല്ലാ കേസസിലും 2 ആൻസേഴ്സ് വരും. ഇതാണ് പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ? പ്രിൻസിപ്പൽ സൊല്യൂഷൻ ക്ലിയർ ആയി കാണും വിചാരിക്കുന്നു. നൗ വി ആർ മൂവിങ് ടു ജനറൽ സൊല്യൂഷൻ. എന്താണ് ജനറൽ സൊല്യൂഷൻ പറയാം? അപ്പോൾ ഇതേ ചോദ്യങ്ങളുടെ തന്നെ ജനറൽ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്താലോ? എങ്ങനെയാണ് ജനറൽ സൊല്യൂഷൻ പറയാൻ നോക്കാം നമുക്ക്. ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ tan x ഈക്വൽ ടു √3/2 ഇതേ ചോദ്യം തന്നെയാണ്. ഇതിൻ്റെ ജനറൽ സൊല്യൂഷൻ പറയാനാണ് ചോദ്യം. പ്രിൻസിപ്പൽ സൊല്യൂഷൻ നമുക്കറിയാം, പക്ഷേ മൊത്തത്തിൽ ജനറലായി പറയുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കുക, അതിനു മുമ്പ് നമുക്ക് ഒരു 2-3 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാനുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ജനറൽ സൊല്യൂഷനിലോട്ട് വരാം. അപ്പം ഇക്വേഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. എപ്പോഴൊക്കെയാണ് sin x 0 ആവുന്നത്? ആദ്യം തന്നെ അതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. ഇവിടെ π/2ലോ അല്ലെങ്കിൽ 3π/2ലോ 0 ആവുന്നില്ല. അവിടെ +1ഉം -1ഉം ആണ്. പിന്നെ 0ലും അതുപോലെ π വാല്യൂസിലും, അഥവാ 2πയിലും ഇവിടെ 3π, ഇങ്ങനെ പൈൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ. ഇവിടെ നോക്കിയാൽ 4π, അതേപോലെ ഇവിടെ 5π. ജനറലി പറയുകയാണെങ്കിൽ നോക്കി ഇങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2nπ എന്ന് പറയും. ഇവിടെയോ? ഇവിടെ എല്ലാം ഈ ഓഡ് നമ്പേഴ്സാണ്. അവിടെ 2n+1π എന്ന് പറയും. ഓക്കെ, 2n+1π എന്ന് പറയും. എന്നിന് നമുക്ക് എല്ലാ ഇൻറ്റിജർ വാല്യൂസും കൊടുക്കാൻ പറ്റും അല്ലേ. എന്നിന് എല്ലാ ഇൻറ്റിജർ വാല്യൂസും നമുക്ക് കൊടുക്കാൻ പറ്റും. യു ഗോട്ട് ഇറ്റ്? n is the element of set. n is an element of set. അങ്ങനെ പറയാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ എല്ലാ കേസസിലും 0, 2π, 4π അപ് ടു 2nπ
പൈ 3π 5π അപ് ടു 2n പ്ലസ് 1π എല്ലാ കേസസിലും സൈൻ 0. ഇപ്പോൾ ജനറലി പറഞ്ഞാൽ സൈൻ എക്സ് 0 ആവുന്നത് സൈൻ എക്സ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈക്വൽ ടു വാട്ട് n π n ഈക്വൽ ടു 1 2 3 -1 -2 -3 എല്ലാം വരാം. അപ്പോൾ ജനറലി എന്ത് പറയാം, n is an element of z, n is an element of z. ഇതാണ് സൈൻ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സിൻ്റെ സൊല്യൂഷൻ, മീൻസ് എക്സിൻ്റെ വാല്യൂ. ഇതാണ് സൊല്യൂഷൻ. ഇതാണ് ജനറലായി പറയുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കോസിൻ്റെ പറഞ്ഞാലോ, കോസ് സൈൻ നമുക്ക് മാറ്റി കോസ് ആക്കിയാലോ, കോസ് എക്സ് ഈക്വൽ ടു 0. കോസ് എപ്പോഴാണ് 0 ആവുന്നത്? കോസ് 0 ആവുന്നത് പൈയിലും പൈ ബൈ 2ലും അതേപോലെ തന്നെ ശ്രദ്ധിക്കാം, നമുക്ക് നോക്കാം. കോസ് എക്സ് ഈക്വൽ ടു 0, സൈനിനെ മാറ്റുന്നുണ്ട്, ഇവിടെ നിന്ന് സൈൻ ഇല്ല, ഇനി കോസ്. വി ആർ ഡീലിംഗ് വിത്ത് ഓൺലി കോസ് ടേംസ്. വെൻ കോസ് എക്സ് ഈക്വൽ ടു 0, ആ സമയങ്ങളിൽ പൈ ബൈ 2ൻ്റെയും 3π ബൈ 2ൻ്റെയും മൾട്ടിപ്പിൾസ്, പൈ ബൈ 2 3π ബൈ 2, അതേപോലെ പിന്നെ ഇവിടെ 5π ബൈ 2 7π ബൈ 2 അല്ലേ, 7π ബൈ 2 ഇങ്ങനെ വരികയാണ്. ഇതിൻ്റെ എല്ലാ മൾട്ടിപ്പിൾസിലും വരും. അപ്പോൾ ജനറലി ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? ഇവിടെ ആദ്യം 1π ബൈ 2, അതായത് 1 3 5 7, ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ഓഫ് 5 ബൈ 2. അപ്പോൾ ജനറലി എങ്ങനെ പറയാം, ഇറ്റ് ക്യാൻ റിട്ടേൺ ഇൻ 2n n is an ഇൻറ്റീജർ ആണ്, 2n പ്ലസ് 1 π ബൈ 2 എന്ന് പറയും. 2n പ്ലസ് 1 π ബൈ 2. നോക്കിയേ, എന്നിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 1π ബൈ 2, എന്നിന് ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ 3π ബൈ 2, 2 കൊടുത്തു കഴിഞ്ഞാൽ 2 × 2 4 പ്ലസ് 1 5π ബൈ 2, ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ജനറലി നമുക്ക് എന്ത് പറയാം, എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈക്വൽ ടു 0, ദെൻ എക്സ് ഈക്വൽ ടു 2n പ്ലസ് 1 π ബൈ 2. യു ഗോട്ട് ഇറ്റ്, 2n പ്ലസ് 1 π ബൈ 2. അപ്പോൾ കോസ് എക്സിൻ്റെ മനസ്സിലായി കാണും വിചാരിക്കുന്നു. കോസ് എക്സ് എപ്പോഴാണ് 0 ആവുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടി കാണും വിചാരിക്കുന്നു. അപ്പം ഇതാണ് കോസ് എക്സ് 0 ആകുമ്പോഴുള്ള ജനറൽ ഇക്വേഷൻ. യു ഗോട്ട് ഇറ്റ്, കോസ് എക്സ് 0 ആകുമ്പോഴുള്ള ജനറൽ ഇക്വേഷൻ. ഇനി അതേപോലെ തന്നെ ടാൻ എക്സ് 0 ആവുന്ന സമയത്തോ, ടാൻ എക്സ് ഈക്വൽ ടു 0, ആ കേസസിലോ മീൻസ് ശ്രദ്ധിക്കുക, എന്താ ടാൻ എക്സ്? ടാൻ എക്സ് കോസ് എക്സ് കഴിഞ്ഞു കേട്ടോ, കോസ് എക്സ് മനസ്സിലായി കാണും വിചാരിക്കുന്നു. ടാൻ എക്സ് എപ്പോഴാണ് 0 ആവും? ടാൻ എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്, സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പം സൈൻ എക്സ് എപ്പോഴൊക്കെ 0 ആവുന്നോ ആ കേസസിലൊക്കെ ടാൻ എക്സും എന്താവും? 0 ആവും. സോ എക്സ് ഈക്വൽ ടു nπ, എക്സ് ഈക്വൽ ടു nπ. ഓക്കെ, അതാണ് നോട്ട് ചെയ്യേണ്ട കാര്യം, എക്സ് ഈക്വൽ ടു nπ. അതായത് ദിസ് ഈസ് എ ജനറൽ സൊല്യൂഷൻ ഓഫ് എക്സ് വെൻ സൈൻ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടേമൊക്കെ 0 ആകുമ്പോഴുള്ള എക്സിൻ്റെ വാല്യൂസാണ്, ജനറൽ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി പഠിക്കാൻ പോകുന്നത് 2-3 ഡെറിവേഷൻസ്, കുറച്ച് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തുകൊണ്ട് വരികയാണ്. ഇതിപ്പോൾ 0ൻ്റെ കേസ് മാത്രമാണ്. എല്ലാ വാല്യൂസിനും കൂടി ഇപ്പോൾ സൈൻ എക്സിന് ഒരു ജനറൽ ഇക്വേഷൻ വേണം, അതേപോലെ കോസ് എക്സിന് ഒരു ജനറൽ ഇക്വേഷൻ വേണം, ടാൻ എക്സിന് ഒരു ജനറൽ ഇക്വേഷൻ വേണം. ഏത് വാല്യൂവിലും എക്സ് ഈക്വൽ ടു സം വാല്യൂ എന്ന് നമ്മളിപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ എഴുതുന്ന പോലെ തന്നെ, ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനൊക്കെ എഴുതുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a എന്ന് കൊടുക്കുന്ന പോലെ നമുക്ക് എക്സ് ഈക്വൽ ടു സം വാല്യൂ എന്ന് കൊടുക്കാൻ പറ്റണം ഇവിടെയും ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ജനറൽ ഇക്വേഷൻ നമ്മൾ ജനറലായിട്ട് എല്ലാത്തിനും പോസിബിൾ ആകുന്ന രീതിയിലുള്ള കുറച്ച് ടാൻ എക്സിന് സൈൻ എക്സിന് കോസ് എക്സിനൊക്കെ ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സി, നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമതായിട്ട് ഈ സൈൻ എക്സിൻ്റെ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യുന്നത്. ഫോർ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ, ദെൻ എക്സിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. വെൻ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈ, ദെൻ സൈൻ എക്സ് മൈനസ് സൈൻ വൈ എന്നെടുക്കാം നമുക്ക്, which is equal to 0. sin x minus sin y is equal to 0. അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വാട്ട് ഈസ് sin x minus sin y? എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 2 cos x plus y by 2 sin x minus y by 2 അല്ലേ? ഈക്വേഷൻ ഫെമിലിയർ ആയിരിക്കും. നമ്മൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 0. ഇതെപ്പോഴാണ് 0 ആവാം? ഒന്നുമില്ല കോസ് ഓഫ് മീൻസ് കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 0 ആവണം. അല്ലെങ്കിൽ സൈൻ ഓഫ് എക്സ് മൈനസ് വൈ ബൈ 2 0 ആവണം. കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 2 0 ആവുന്നത് എപ്പോഴാണ്? ആ കേസിൽ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു വാട്ട്? നമ്മൾ നേരത്തെ പഠിച്ചു, ഇറ്റ് ഈസ് 2n plus 1 pi by 2 ആയിരിക്കും അല്ലേ? ക്ലിയർ? ഓർ സൈൻ എക്സ് ഈക്വൽ ടു 0 ആവുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് വൈ ബൈ 2 ഈക്വൽ ടു n പൈ ആയിരിക്കണം അല്ലേ? നേരത്തെ പഠിച്ച്. അപ്പം ഇങ്ങനെ ആയിരിക്കണം. അപ്പം നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും ഒന്ന് സോൾവ് ചെയ്ത് കൊണ്ടുവരും. ഞാനിതാ ഇവിടെ എഴുതുന്നുണ്ട്. ഒന്ന് എക്സ് പ്ലസ് വൈ ബൈ 2 ഈക്വൽ ടു 2n പ്ലസ് 1 പൈ ബൈ 2. ഇപ്പോൾ ഇത് സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് എന്താവും? ശ്രദ്ധിക്കാം. ഒന്ന് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 പൈ ബൈ 2 ഇൻറ്റു 2 get cancelled. Then x equal to 2n plus 1 pi minus y എന്ന് വരും. ഓക്കെ, യു ഗോട്ട് ഇറ്റ്. ഇനി അതേപോലെ തന്നെ എക്സ് മൈനസ് വൈ ബൈ 2 ഈക്വൽ ടു n pi. Then x minus y is equal to 2n pi and x equal to 2n pi plus y. നോട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് വാല്യൂസ് വരും എക്സിന്. അപ്പം നമുക്ക് ജനറലായിട്ട് എങ്ങനെ പറയാം? ഇതിനെ എങ്ങനെ ജനറലായിട്ട് പറയും? ഒന്നിൽ 2n പൈ പ്ലസ് വൈ, പിന്നൊന്ന് 2n പ്ലസ് 1 പൈ മൈനസ് വൈ. അതായത് ഇവിടെ എന്നിന് വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് n ഈക്വൽ ടു 0 മുതൽ എന്ത് വാല്യൂസും, ഇൻറ്റിജർ വാല്യൂസ് എന്ത് കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ 0, 1, 2, 3 എന്ത് വാല്യൂസ് കൊടുക്കുന്ന സമയത്തും ഇതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 0 കൊടുക്കുമ്പോൾ പൈ മൈനസ് വൈ അല്ലേ? 0 കൊടുക്കുന്ന സമയത്ത് ഇവിടെ വരുന്നത് പൈ മൈനസ് വൈ. പിന്നെ അതേപോലെ ഇവിടെയോ 0 കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? 0 കൊടുക്കുമ്പോൾ വൈ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഈ ഭാഗം 0 ആയിപ്പോയില്ല. പിന്നെ ഇവിടെ 1 കൊടുക്കുന്ന സമയത്ത് ഇവിടെ 3 പൈ മൈനസ് വൈ. ഇവിടെ 1 കൊടുക്കുമ്പോൾ 2 പൈ പ്ലസ് വൈ. ഇനി ഇവിടെ 2 കൊടുക്കുന്ന സമയത്ത് 5 പൈ മൈനസ് വൈ. ഇവിടെ 2 കൊടുക്കുമ്പോൾ 4 പൈ പ്ലസ് വൈ. ഇങ്ങനെ വാല്യൂസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വൈ വന്നു, പൈ മൈനസ് വൈ വന്നു, പിന്നെ 2 പൈ പ്ലസ് വൈ വന്നു, 3 പൈ മൈനസ് വൈ വന്നു. ഇനി നോക്കി ഇതേപോലെ തന്നെ 7 പൈ മൈനസ് വൈ വരും, ഇവിടെ 6 പൈ പ്ലസ് വൈ വരും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പാറ്റേൺ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയോ? അതായത് ഇവിടെ ഓഡ് നമ്പേഴ്സ് വരുന്ന സമയത്ത് 1, 3, 5, 7 വരുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് ടേം ആവും. ഈവൺ നമ്പേഴ്സ് വരുന്ന സമയത്ത് 0, 2 പൈ, 4 പൈ, 6 പൈ വരുമ്പോൾ പ്ലസ് വൈ ആണ്. അങ്ങനെയാണ്. അപ്പോൾ എല്ലാം വരുന്നുണ്ട്. 0 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, 2 വരുന്നു, 3 വരുന്നു, എല്ലാം വരുന്നുണ്ട്. ഇവിടെ എല്ലാം മീൻസ് ഇൻറ്റിജേഴ്സും വരുന്നുണ്ട്. പക്ഷേ ഓഡ് വരുന്ന സമയത്ത് നെഗറ്റീവും ഈവൺ വരുന്ന സമയത്ത് പോസിറ്റീവും അല്ലേ? 2 പൈ പ്ലസ് വൈ, 3 പൈ മൈനസ് വൈ. അപ്പോൾ ഇതിനൊരു ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കണം. അതെങ്ങനെ ഉണ്ടാക്കും? ജനറലി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന് നമ്മൾ ജനറലായി പറയുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം? ഇറ്റ്സ് എക്സ് ഈക്വൽ ടു വാട്ട്? എക്സ് ഈക്വൽ ടു എല്ലാ നമ്പേഴ്സും വരുന്നുണ്ട്. ഇവിടെ 0 എല്ലാ ഇൻറ്റിജേഴ്സും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജനറലി n പൈ എന്ന് പറയാം. ഓക്കെ, ഇവിടെ
ശ്രദ്ധിക്കുക നോക്കിയാൽ ഇവിടെ 2n π പറഞ്ഞാൽ ഈവൺ ഇൻഡിജേഴ്സാണ് വരുന്നത്. 2n + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിക്കം അതെന്തായി ഓഡ് ഇൻഡിജേഴ്സാണ്. അപ്പോൾ x = nπ എന്ന് പറയാം. ഈവണും വരും ഓഡും വരും. ബട്ട് nπ + y കൊടുക്കണോ -y കൊടുക്കണോ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നമുക്ക് പ്ലസ് ഓർ മൈനസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസും കൊടുക്കാൻ പറ്റില്ല. വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെയും ജനറലൈസ് ചെയ്ത് പറയണം. എങ്ങനെ പറയും? -1 ഹോൾ റേസ് ടു n y എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞാൽ എന്താ ഗുണം? ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ എന്താ ഗുണം? ഇതാണ് ഞാൻ എടുക്കുന്ന ജനറൽ സൊല്യൂഷൻ എങ്കിൽ നമുക്ക് വാല്യൂസ് ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഇതൊന്ന് മാറ്റുന്നുണ്ട്. നിങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങളെപ്പോഴും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഒരു നോട്ടിൽ ഞാൻ എഴുതുന്ന ഓരോ ടേംസും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം ഞാൻ n = 0 കൊടുക്കുന്നു. മീൻസ് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്തായിരിക്കും കേട്ടോ? അതാ മാർക്ക് നോട്ട് ഇതാ ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇക്വേഷനാണ് ജനറൽ ഇക്വേഷൻ. ഇതിനകത്ത് n = 0 കൊടുക്കുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ എന്താണ്? x = -1 raised to 0, that's 1 into -1. അതായത് n ഓൾറെഡി n = 0 ആവുന്ന 0π + -1 ഹോൾ റേസ് ടു 0y ആണ്. അപ്പോൾ എന്താ കിട്ടുക? അത് y തന്നെ കിട്ടുക അല്ലേ? y കിട്ടും. ഇനി n = 2 കൊടുക്കുന്ന സമയത്തോ n = 1 കൊടുക്കുന്ന സമയത്തോ അപ്പോൾ 1π + -1 ഹോൾ റേസ് ടു 1 into y. അപ്പോൾ എന്താ കിട്ടുക? π - y അല്ലേ? ഇതാവുമായിരുന്നു π - y. ആദ്യം y കിട്ടി, പിന്നെ π - y കിട്ടി. ഇനി n = 2 കൊടുക്കുന്ന സമയത്തോ 2π + -1 റേസ് ടു 2y. എത്ര വരിക? 2π + y. അതാ 2π + y. ഇനി n = 3 കൊടുക്കുന്ന സമയത്തോ ശ്രദ്ധിക്കാം. ഇവിടെ n = 3 ആവുന്ന സമയത്തോ നോക്കിയേ x = what? x = 3 into π + -1 raised to 3y. So it is 3π - y അല്ലേ? ഇവിടെ അതായത് ഓഡ് വരുമ്പോൾ നെഗറ്റീവ് ടേം ഒന്നും അല്ലേ, ഇങ്ങനെ എല്ലാ ടേംസും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനെയാണ് നമ്മൾ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ജനറൽ ഇക്വേഷൻ. ഓക്കെ, നോട്ട് ഇറ്റ്. അപ്പോൾ എങ്ങനെ വന്നെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാം. ദിസ് ഈസ് ദ ജനറൽ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ എല്ലാ വാല്യൂസും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് x = nπ + -1 ഹോൾ റേസ് ടു ny എന്ന് വന്നെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നൗ മൂവിങ് ഓൺ ടു cos x. അപ്പോൾ sin x ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ cos x ലോട്ടാണ് പോകുന്നത്. ശ്രദ്ധിക്കാം. cos x = cos y. then cos x minus cos y = 0 അല്ലേ? cos x minus cos y = 0 കൊടുത്തു. അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം എങ്ങനെയായിരിക്കും. cos x minus cos y = 0. then ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? ഇറ്റ് വിൽ ബി -2 sin x + y/2 sin x minus y/2. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ =0 ആവുന്നുവെങ്കിൽ തീർച്ചയായും രണ്ട് കേസസിലാണ്. ഒന്നുമില്ല ഈ ടേം 0 ആയിരിക്കണം, അല്ലെങ്കിൽ sin of x minus y/2 0 ആയിരിക്കണം. x + y/2 അല്ലെങ്കിൽ x minus y/2 ഇതിലേതെങ്കിലും ഒരു ടേം 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് കൊടുക്കാം. sin of x + y/2 = 0 or sin of x minus y/2 = 0. x + y/2 എപ്പോഴാണ് sin 0 എന്ന്? x + y/2 = nπ or x minus y/2 = nπ. We can say x + y = 2nπ. and x minus y is equal to 2nπ. or okay, note it. So x equal to 2nπ minus y, or x equal to 2nπ plus y. These are the two solutions. We can generally എങ്ങനെ പറയാം? Generally we can say x equal to 2nπ plus or minus y. Note it. ഇതാണ് cos x = cos y ആവുന്ന സമയത്ത് എക്സിന് കിട്ടുന്ന വാല്യൂ. x = 2nπ plus or minus y. ഓക്കെ, ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഇതിപ്പോൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നല്ലേ? ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ നേരത്തെ ഇപ്പോൾ cos x = ഇപ്പോൾ -1/2 എന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? സിംപ്ലി ഇതാ ഇക്വേഷൻ ഉണ്ട്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോസ് എക്സ് ഈക്വൽ ടു ഇത് എപ്പോഴാണ് -1/2 ആവുന്നത്? രണ്ട് കേസസിലാണ്. ഒന്ന് സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ഒന്ന് തേർഡ് ക്വാഡ്രൻറ്റിലും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഏത് സ്ഥലത്താണ് -1/2 ആവുന്നത്? ഒന്ന് പറയൂ. ഇറ്റ് ഈസ് π/3. π/3യിലാണ് 1/2 ആവുന്നത്. അപ്പോൾ π - π/3 അല്ലേ? ഇവിടെ π ഉണ്ട്. π - π/3. π - π/3 ഈസ് 2π/3. അപ്പോൾ ഒന്ന് 2π/3. പിന്നൊന്ന് ഇവിടെയാണ് വരുന്നത്. അവിടെയും π/3 തന്നെയാണ്. അപ്പോൾ π + π/3. അപ്പോൾ എത്ര വരും? π + π/3 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 4π/3. അപ്പോൾ 2π/3യിലും 4π/3യിലുമാണ് വരുന്നത്. അത് നമുക്ക് ഒരു വാല്യൂ എടുത്താൽ മതി. ഏതാണ്? കോസ് 2π/3 എന്ന് കൊടുത്താൽ മതി. ആ സമയത്ത് എന്താവുന്നുണ്ട്? π - π/3 നമുക്കറിയാം. ആ സമയത്ത് അത് -1/2 ആവുന്നുണ്ട്. അപ്പോൾ ഇത് കിട്ടി. ഇത്ര എഴുതണ്ടോ? ദെൻ വി ക്യാൻ സേ x ഈക്വൽ ടു വാട്ട്? x ഈക്വൽ ടു 2. ഇവിടെ cos x ഈക്വൽ ടു cos 2π/3. വി ജസ്റ്റ് കമ്പയർ വിത്ത് ദസ് ജനറൽ ഇക്വേഷൻ cos x ഈക്വൽ ടു cos y. ദിസ് ഓക്കെ, ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് സിംപ്ലി ഈ കാണുന്ന ജനറൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? x ഈക്വൽ ടു 2nπ ± വൈൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 2π ആണ്. നോക്കി ഇതാണ്ടോ? വൈൻ്റെ സ്ഥാനത്ത് 2π ആണ്. അപ്പോൾ ഇറ്റ്സ് ബിക്കം 2π/3. 2π/3. It's not 2π, it is 2π/3. 2π/3. ക്ലിയർ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇവിടെ വൈൻ്റെ സ്ഥാനത്ത് 2π/3 ആണ്. ജസ്റ്റ് കമ്പയർ ഇറ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് സൈനിൻ്റെ വന്നാലും നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ? sin x ഈക്വൽ ടു ഇപ്പോൾ √3/2 എന്ന് പറഞ്ഞു വെച്ചാൽ രണ്ട് സ്ഥലത്തായിരുന്നു അല്ലേ? നമ്മളിതാ മുമ്പ് ചെയ്ത അതേ രണ്ട് സ്ഥലത്തായിരുന്നു. ഒന്ന് π/3യിലും പിന്നെ ഒന്ന് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഇവിടെയും വരും π/3. അപ്പോൾ ആ സമയത്ത് π - π/3 ദാറ്റ് ഈസ് 2π/3. രണ്ട് സ്ഥലത്താണ്. അപ്പം നമുക്ക് ഒന്ന് കൊടുത്താൽ മതി. sin x ഈക്വൽ ടു sin π/3. അപ്പോഴാണ് √3/2 ആവുന്നത്. അപ്പോൾ sin x ഈക്വൽ ടു sin y, then x ഈക്വൽ ടു വാട്ട്? കമ്പയർ വിത്ത് ദ ജനറൽ ഇക്വേഷൻ. വാട്ട് ഈസ് ദ ജനറൽ ഇക്വേഷൻ? sin x ഈക്വൽ ടു sin y, then x ഈക്വൽ ടു nπ + -1 ny. So x equal to nπ + -1 n. y-ൻ്റെ സ്ഥാനത്ത് ഇവിടെ π/3. നോട്ട് ഇറ്റ്. y-ൻ്റെ സ്ഥാനത്ത് ഇവിടെ π/3 ആണ്. സോ ആൻസർ ബിക്കം nπ + -1 n π/3. ഇതാണ് sin x ഈക്വൽ ടു sin y ആവുന്ന സമയത്തുള്ള ജനറൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഒരു പർട്ടിക്കുലർ എക്സാമ്പിളാണ്. ജനറൽ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ ഇങ്ങനെയാണ് വരും. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിച്ചാൽ പിന്നെ എക്സിന് ഇപ്പോൾ 0 ആവുന്ന സമയത്തോ അല്ലെങ്കിൽ എന്ത് വാല്യൂസ് വരുന്ന സമയത്ത് ഈക്വേഷനിൽ ഇട്ട് കൊടുത്താൽ അതാണ് എക്സിൻ്റെ ജനറൽ ഇക്വേഷൻ. ആൻസർ കിട്ടും അല്ലേ? ഇപ്പം ഞാൻ നേരത്തെ പ്രിൻസിപ്പൽ വാല്യൂ ഒന്ന് 4π/3 എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മീൻസ് ശ്രദ്ധിക്കാം. ഇവിടെ n-ന് 1 കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ശ്രദ്ധിക്കാം. കോസ് എക്സിൻ്റെ ടേം ആദ്യം കോസ് എക്സിലേക്ക് വരാം. ഇതാ നോക്കിയേ, ആദ്യം തന്നെ ഞാൻ ഈ കർവിലേക്കാണ് വരുന്നത്. കോസ് എക്സിൻ്റെ കർവാണ്. ഇതാണോ? ഈ കോസ് എക്സിൻ്റെ കർവിനകത്ത് n-ന് 0 കൊടുക്കുമ്പോൾ എന്തുണ്ട്? ഇറ്റ്സ് ബിക്കം 2π/3. ഓക്കെ, n ഈക്വൽ ടു 0, then at that time it's become 2π/3. ക്ലിയർ? ശ്രദ്ധിക്കാം. ഇവിടെ n-ന് ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ n ഈക്വൽ ടു ഇവിടെ 0 കൊടുത്തു. അപ്പോൾ ഈ പാർട്ട് 0 ആയി. ± 2π/3 കിട്ടി. ഇപ്പോൾ n ഈക്വൽ ടു 1 കൊടുക്കുന്ന സമയത്ത് 2π ± 2π/3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 2π - 2π/3 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 6π - 2, ഇറ്റ് ഈസ് 4π/3. കണ്ടോ? ഇവിടെ 4π/3 എന്ന് പറയുന്ന വാല്യൂലും -1/2 ഇങ്ങനെ എല്ലാ ഇക്വേഷൻസും കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക്. അടുത്ത ഓരോ വാല്യൂസ് n ഈക്വൽ ടു 2 കൊടുക്കുക, 3 കൊടുക്കുക, ഓരോ വാല്യൂസിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ജനറൽ സൊല്യൂഷൻ്റെ ഗുണം. അപ്പോൾ നമ്മൾ അതിനാണ് ഇപ്പോൾ ഇവിടെ x ഈക്വൽ ടു 2nπ ± y എന്ന് പറയുന്നതാണോ ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. കോസ് എക്സിൻ്റെ കോസ് എക്സ് ഈക്വൽ ടു കോസ് y. ഓക്കെ, അതേപോലെ തന്നെ സൈൻ എക്സിന്. അപ്പോൾ സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഒരു എക്സാമ്പിളും ചെയ്തു, ജനറൽ ഇക്വേഷൻ ഡിറൈവും ചെയ്തു കൊണ്ടുവന്നു. ഇനി നമുക്ക് ടാൻ എക്സിലോട്ട് പോകാം. ക്ലിയർ അല്ലേ? കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക്
വരുന്നതായിരിക്കും. ടെക്സ്റ്റ് ബുക്കിനകത്ത് 3.4 എക്സസൈസസ് കംപ്ലീറ്റ്ലി ഇതുമായി ഡീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കാം. tan x കൂടി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഡിറൈവ് ചെയ്ത് തരുന്നതായിരിക്കും. ആ ഒരു എക്സാമ്പിൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ത്രൂ ഔട്ട് അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. സോ മൂവിങ് ഓൺ ടു tan x. ശ്രദ്ധിക്കാം, tan x ഈക്വൽ ടു tan y, ദെൻ വാട്ട്സ് വാല്യൂ ഓഫ് x എന്നാണ്. അപ്പോൾ tan x മൈനസ് tan y ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ബട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, tan xന് മൊത്തം sin xൻ്റെയും cos xൻ്റെയും ടേമിലോട്ട് എത്തിക്കുക. അതെങ്ങനെ എത്തിക്കാൻ പറ്റാം? നോട്ട് ഇറ്റ് sin x നമുക്ക് നോക്കാം. sin x cos y മൈനസ് cos x sin y ഹോൾ ഡിവൈഡഡ് ബൈ tan x കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, cos x cos y വെച്ച് ഡിവിഷൻ നടത്തണം. അപ്പോൾ ഇതെന്ത് കിട്ടും? ഇത് സോൾവ് ചെയ്ത് എന്ത് കിട്ടും? നമുക്കറിയാം sin x cos y ഡിവൈഡഡ് ബൈ cos x cos y മൈനസ് cos x cos y cos x sin y cos x sin y ഡിവൈഡഡ് ബൈ cos x cos y ചെയ്യുന്ന സമയത്ത് cos y കട്ടായി ആൻഡ് ഇറ്റ്സ് ബിക്കം tan x ആൻഡ് ഇവിടെ cos x കട്ടായി ആൻഡ് sin y ബൈ cos y ഇറ്റ് ഈസ് tan y ഈക്വൽ ടു 0 അല്ലേ? അതേ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? 0നോട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഇതാ ഈ ഇക്വേഷൻ. ഇതെപ്പോഴാണ് 0 ആവുക? മുകളിലെ ടേം ന്യൂമറേറ്റർ പാർട്ട് 0 ആകുമ്പോൾ. വാട്ട് ഈസ് ദ ന്യൂമറേറ്റർ പാർട്ട്? sin x cos y മൈനസ് cos x sin y. എന്താ? ഇറ്റ് ഈസ് sin ഓഫ് x മൈനസ് y വിച്ച് വിൽ ബി ഈക്വൽ ടു 0 അല്ലേ? ന്യൂമറേറ്റർ മനസ്സിലായില്ലേ? sin x cos y മൈനസ് cos x sin y ഈസ് നത്തിങ് ബട്ട് sin ഓഫ് x മൈനസ് വൈൻ്റെ എക്സ്പാൻഷനാണ്. ഓർ x മൈനസ് y ഈസ് ഈക്വൽ ടു n പൈ. ക്ലിയർ? n പൈ ആയാൽ മതി. ഓർ x ഈക്വൽ ടു വാട്ട്? n പൈ പ്ലസ് y. n പൈ പ്ലസ് y. ഇതാണ് sin x tan x ഈക്വൽ ടു tan y ആവുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ. ക്ലിയർ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ x ഈക്വൽ ടു ഈ സ്ക്രോൾ ചെയ്ത ഭാഗം x ഈക്വൽ ടു എന്നൊക്കെ പറയുന്ന ഭാഗം കട്ട് ചെയ്ത് പറഞ്ഞോളൂ. എക്സാമ്പിൾ ചെയ്ത് നോക്കാമെന്ന് അവിടെ നിന്ന് കട്ട് ചെയ്യാം. ആക്ഷൻ. ഇപ്പം ശ്രദ്ധിക്കാം, tan x ഈക്വൽ ടു നേരത്തെ ചെയ്തൊരു ചോദ്യമായിരുന്നു -1 ആവുന്നത്. എപ്പോഴൊക്കെ ആയിരുന്നു? ഒന്ന് സെക്കൻഡ് ക്വാഡ്രൻറ്റിലും പിന്നെ ഒന്ന് ഫോർത്ത് ക്വാഡ്രൻറ്റിലും. ഏതൊക്കെ സമയത്തായിരുന്നു? ഇവിടെ π/4 വരുമ്പോൾ π മൈനസ് π/4 π മൈനസ് π/4. വാട്ട് ഈസ് π മൈനസ് π/4? ഇറ്റ് ഈസ് 3π/4 ആവുന്ന സമയത്ത് അല്ലേ? ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് 3π/4 ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും π/4 വരുന്ന സമയത്ത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? 2π മൈനസ് π/4. എത്രയാണ് 2π മൈനസ് π/4? 2π മൈനസ് π/4 ഇറ്റ് ഈസ് 8π മൈനസ് π ഇറ്റ് ഈസ് 7π/4. ഓക്കെ, 7π/4. അങ്ങനെ രണ്ട് കേസസിലാണ്. നമുക്കറിയാം പ്രിൻസിപ്പൽ സൊല്യൂഷൻ അറിയാം. ഞാൻ പറഞ്ഞ പ്രിൻസിപ്പൽ സൊല്യൂഷനാണ്. വി നീഡ് ടു ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ. സോ സിംപ്ലി എന്ത് ചെയ്താൽ മതി? tan x ഈക്വൽ ടു tan 3π/4 ഒരു വാല്യൂ കൊടുത്താൽ മതി. അപ്പോൾ ഇത് കമ്പയർ ചെയ്താൽ മതി. എന്തുമായി കമ്പയർ ചെയ്താൽ മതി? tan x ഈക്വൽ ടു tan y ആയി കമ്പയർ ചെയ്യാം. then what will be the final one? When tan x equal to tan y, then x equal to n pi plus y. y ൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? 3π/4. So x equal to n pi plus 3π/4. കഴിഞ്ഞു. This is the general solution. n ന് 1 ഉം 0 ഉം 2 ഒക്കെ കൊടുക്കുക. n is an element of integer. n is an element of integer. ഇങ്ങനെയാണ് എല്ലാത്തിലും. ഇപ്പോൾ tan x എല്ലാം n element of integer ആണെന്ന് കൂടി നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത്. സോ ദാറ്റ്സ് ഓൾ. ഇങ്ങനെയാണ് ഓരോന്നിൻ്റെയും ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പം ജനറൽ സൊല്യൂഷനും പറഞ്ഞു, അതിനൊരു എക്സാമ്പിളും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എപ്പോഴും ഡയറക്റ്റ്ലി ഇങ്ങനെ തന്നെ ചോദ്യം വരണം എന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഇക്വേഷൻസ് ഒക്കെ കിടപ്പുണ്ടാവും. അതിനെ നമ്മൾ സോൾവ് ചെയ്തെടുത്തിട്ട് വേണം ഇതേപോലെ വാല്യൂ x ഈക്വൽ ടു എന്ന് എഴുതാൻ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.